അരിയാഹാരം കിട്ടാൻ വേണ്ടി മറ്റ് വ്ളോഗർമാർ തങ്ങൾക്കെതിരെ ചെയ്യുന്ന വീഡിയോസ് ദൈവം കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ വീണ്ടും നമ്മുടെ വേറെ കപ്പിൾസ് ഇറങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇവർ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം ഇവരുടെ ആ മാരേജിൻ്റെ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ചെയ്തതെന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ. ഒരുപാട് നെഗറ്റീവ് വന്നപ്പോഴും അത് നല്ല കാര്യമല്ലേ. അവർക്ക് ഒരു എന്താ പറയുക, അവർക്ക് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട രീതിയിലുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാരേജ് കൊണ്ട് അവർക്ക് നല്ലതല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. നമ്മൾ തന്നെയാണ് ഇപ്പോൾ ഇവർ പുതിയൊരു വീഡിയോ ഇട്ടപ്പോൾ അവരുടെ ആ ഒരു ഫുഡ് ഡയറ്റും കാര്യങ്ങളൊക്കെ അവർ ഓവറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു തോന്നിയത് കൊണ്ട് മാത്രം അത് 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 തോന്നിയത് കൊണ്ട് മാത്രം ഒരു വീഡിയോ ഇട്ടു. അതിപ്പോൾ അവരുടെ ലൈഫിനെ ബാധിക്കാൻ അവരെങ്ങനെയാണോ അവരതുപോലെ ജീവിച്ചോട്ടെ. അവർക്കിനി അത് അക്സെപ്റ്റ് ചെയ്യുന്ന കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ, നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. പിന്നെ അവർ പറയുന്ന ആ ഡയറ്റ് കൊണ്ട് അവർക്ക് ഒരുപാട് ഹെൽത്ത് നല്ല ഓക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, സ്വന്തം മകൾ തന്നെയാണ് വീഡിയോ എടുത്തിട്ടത്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലോട്ട് എടുത്ത് ഇങ്ങനൊരു വീഡിയോ ഇടുമ്പോൾ സോഷ്യൽ മീഡിയ അതിനെ നല്ല രീതിയിൽ പരിശോധിക്കും എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇങ്ങനെയൊന്നും കൂടുതലിടാൻ പാടില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ വ്ളോഗേഴ്സ് ഉണ്ട്, എല്ലാവരും അവരുടെ ലൈഫൊന്നും ഇതിൻ്റെ കൊണ്ടൊന്നും തുറന്ന് കാണിക്കുന്നില്ല. കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏറെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാണിക്കാത്തത്. ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ വേറെ ഒന്നും നോക്കട്ടെ, ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടുകയാണ്, നല്ലതും മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടെന്ന് വെച്ചു. സ്വാഭാവികമായിട്ടും അത് നമ്മളൊന്നും വൈറലൊന്നുമല്ല, അതുകൊണ്ട് പിന്നെ ആരും അറിയാനും പോകുന്നില്ല. എന്നാലും സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് നെഗറ്റീവും വരാം പോസിറ്റീവും വരാം. ഇയാളെന്താണ് അങ്ങനെ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു അഭിപ്രായം അതിനും കൂടി തയ്യാറാവണം. ഞാനത് ഒരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ കൂടി ഞാൻ തയ്യാറായിക്കൊണ്ടിടണം. കാരണം നിങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണല്ലോ. അതിൻ്റെ അകത്ത് കമൻസ് വരണം. ഈ മോളുടെയും ചാനലിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. അതിൻ്റെ അകത്ത് കമൻസ് വരികയും, അല്ലാതെ അരിയാഹാരം വാങ്ങിക്കാൻ മറ്റുള്ളവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ, സൈഡായിട്ട് തന്നെ പലരും യൂട്യൂബ് ചാനൽ നടത്തുന്നത്. അല്ലാതെ അരിയാഹാരം ഇതിൻ്റെ അകത്തുനിന്ന് മാത്രമല്ല അരി വാങ്ങിക്കാൻ പൈസ കിട്ടുന്നത്. അപ്പോൾ മോളും അങ്ങനെ തന്നെയാണല്ലോ ഇവരുടെ. പക്ഷേ ഇപ്പോൾ ഇത് ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, എന്തായാലും ആ മോളുടെ മോണിറ്റൈസേഷൻ ഇപ്പോൾ അത് കാണുന്നില്ല, അത് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, എല്ലാത്തിൽ നിന്നുള്ളൊരു ദേഷ്യമാണ് അവർ മൊത്തത്തിൽ പറയുന്നത്. ദൈവം എല്ലാം കാണുന്നുണ്ടെന്ന്. തീർച്ചയായിട്ടും ദൈവം എല്ലാം കാണുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഇവരോടുള്ളൊരു സ്നേഹം കൊണ്ടല്ലേ നമുക്ക്. ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഞാനങ്ങനെ ഒന്നും അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും എടുക്കാറൊന്നുമില്ല. എനിക്ക് കാണുമ്പോൾ അത്രയും ഇതായിട്ട് തോന്നുന്നത് മാത്രം ഒരു കാര്യം, അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയും, അത്രയേ ഉള്ളൂ. അവരുടെ മക്കളെക്കാൾ പ്രായം കുറവുള്ളവർ വരെ ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പ്രായമല്ലല്ലോ, കാര്യമല്ലേ അറിയേണ്ടത്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റിയോ, ഇനി നിങ്ങൾ അങ്ങനെ അല്ല എന്ന് അവർ സമർത്ഥിച്ച് പറയുന്നു. ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ പറയുന്ന പോലെ യാതൊരു പ്രശ്നവും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നുണ്ട്. നന്നായിരിക്കട്ടെ, ഒരു പ്രശ്നമില്ല. പിന്നെ ദൈവത്തെ ഇതിൻ്റെ ഇടയ്ക്ക് പിടിച്ചിടേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ മകളുടെ ചാനലിൽ കൂടി തന്നെയാണ് ഇത് പുറം ലോകം അറിഞ്ഞത്. അപ്പോൾ ആ മകളുടെ ചെയ്തതാണ് ആദ്യം തെറ്റ്. അവരെ കളിയാക്കുന്നുണ്ട്. മകളൊരു അമ്മയെ കളിയാക്കുന്നത് ഉണ്ടോ? അമ്മയ്ക്ക് ചക്കപ്പഴം നല്ല ഇഷ്ടമാണ്. അതിൻ്റെ ചക്കപ്പഴത്തിൻ്റെ സീസണായിട്ട് പോലും അതൊന്നും കിട്ടാനുള്ളൊരു ഭാഗ്യമില്ല, അയ്യോ എന്നും പറഞ്ഞ് മോള് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ദൈവം കാണത്തില്ലേ? അത് അമ്മ കണ്ടില്ലേ? ഈ ഡയറ്റ് എടുത്തതുകൊണ്ട് അവർക്കുള്ള പല വേദനകളും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്ത് ഡയറ്റ് എടുക്കുന്നവരെ അതുപോലെ കളിയാക്കാൻ കൊള്ളാം. ആഹാരം കിട്ടാത്തൊരു ആഹാരത്തിൻ്റെ പേരിൽ അത് ദൈവം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത റിയാക്ഷൻ വീഡിയോസ് മാത്രമല്ല ദൈവം കാണുന്നത്, സ്വന്തം മകൾ അമ്മയെ ഇങ്ങനൊരു ഡയറ്റ് എടുത്തതിൽ കളിയാക്കുന്നതും കാണുന്നുണ്ട്. അതുമാത്രമല്ല, മൂത്ത മകൾ പോയപ്പോൾ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു, അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കണേന്ന്. അപ്പോൾ അതൊക്കെ അവർ തന്നെയാണ് പറഞ്ഞത്, അല്ല നമ്മളെ അവരുടെ വീട്ടിൽ ചെന്നിട്ടല്ല ഇതൊക്കെ കണ്ടുപിടിച്ചത്. രഹസ്യമായിട്ട് അവർ തന്നെ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ഏജിൽ ഇത്രയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഇനിയിപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടല്ലെങ്കിൽ ഓക്കെ, നന്നായിട്ട് ജീവിച്ചോളൂ. പിന്നെ ഇത് നമ്മളിത് ഒരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ ലൈവിലൊക്കെ എന്തൊക്കെയാണ് പറയണത്. ഈ അമ്മയും അച്ഛനെയും കണ്ടിട്ടുള്ളവർക്കും നിങ്ങളെ അടുത്തറിയാവുന്നവർക്കും നിങ്ങളെ അറിയാമെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയ പറയുന്നതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് പോയി. അനാവശ്യമായിട്ടുള്ള ഈ ഇൻ്റർവ്യൂ ഇട്ട് വീണ്ടും എയറിൽ പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അങ്ങനെയെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈവിൽ വന്നിട്ട് എന്നെ ചെറുതായിട്ട് പറ്റിച്ചിട്ട് പോയ 2 കൂട്ടരുണ്ട്. അവരെ ഞാൻ നല്ല രീതിയിൽ ലൈവിൽ പറഞ്ഞല്ലോ, ആക്ഷേപിച്ചല്ലോ, പലതും പറഞ്ഞല്ലോ. എന്നിട്ട് അവർ നല്ല കൂളായിട്ട് ജീവിക്കുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷേ നേരിട്ട് അവർ താമസിക്കുന്ന സ്ഥലത്തോ അങ്ങ് അവരുടെ വീട്ടിലൊക്കെ ചെന്ന് വിഷയം ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ അവരെ ബാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമ്മുടെ ചാനലിലൂടെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ അകത്തുനിന്ന് വരുമാനം കിട്ടാൻ വേണ്ടി തന്നെ ചാനൽ ഇട്ടിരിക്കുന്നത്, നിങ്ങളുടെ മകളിട്ടിരിക്കുന്ന പോലെ തന്നെ. മകൾ എന്തിനാ ഈ സമയമില്ലാത്ത സമയം ഉണ്ടാക്കി ചാനലിൽ വീഡിയോസ് ഇടുന്നത്? വരുമാനം കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ എല്ലാവരും, അല്ലാതെ എല്ലാവരും. ഇപ്പം നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂ എടുത്തയാളും വലിയ ഇതായിട്ട് പറയുന്നുണ്ട് അവർക്ക് അരിയാഹാരം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ അമ്മയുടെ അച്ഛൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നത് എന്തിനാണ്? അയാൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ.
അതിന് വേണ്ടിയിട്ടാണ് അയാളും ചെയ്യുന്നത്. എല്ലാവരും അതുപോലെ തന്നെ, എല്ലാ ചാനലുകളും അങ്ങനെ തന്നെ. മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ആരും ഇതൊന്നും ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ചിലർ വല്ലപ്പോഴും ഒരു വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത് ചിലർ നേരം പോക്കിനിരിക്കണമായിരിക്കും. ഓക്കെ, അതൊക്കെ അവരുടെ ഇഷ്ടം. അത് നേരം പോക്കെന്ന് പറയാൻ പറ്റില്ല, അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് അതുകൊണ്ട് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതും ഒരു നല്ലതല്ലേ. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എന്താണെങ്കിലും ഇനി ഈ അടുത്ത് ഈ വീഡിയോ എയറിൽ പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.